ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ അനാർക്കലി പറയുന്നുണ്ട് രഞ്ജുവിൻ്റെ അടുത്ത്, നിന്നെയും നിൻ്റെ ഏട്ടനെയും ഞാൻ ഒരേ കുഴിയിൽ മണ്ണിട്ട് മൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട രഞ്ജു പറയുന്നുണ്ട്, നിങ്ങളിത് ഇപ്പോൾ ഇതൊക്കെ പറയും, പക്ഷേ ഇനി എന്നെ കാണുമ്പോൾ തേനേ പാലേ എന്നൊക്കെ വിളിച്ച് പിന്നാലെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ട അനാർക്കലി പറയുന്നുണ്ട്, ഇല്ലടി ഒരിക്കലും ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു പേപ്പർ എടുത്ത് കീറുന്നുണ്ട്. ആ പേപ്പർ കീറിയിട്ട് എന്നിട്ട് അനാർക്കലി പറയുന്നുണ്ട്, എന്നെങ്കിലും ഈ പേപ്പർ ഒട്ടിയാൽ കൂടെ ഞാൻ നിൻ്റെ മകളായിട്ട് ഇനി ഒന്നും പറയേ സ്നേഹത്തോടൊന്നും സംസാരിച്ച് വരേ ഒന്നും തന്നെ ചെയ്യില്ല. ഇനി എനിക്ക് നീ ശത്രുവാണ്, ആ ജന്മ ശത്രുവാണ്. നിന്നെ ഞാൻ കൊല്ലും, എന്നെ തല്ലാൻ വേണ്ടി കയ്യൊങ്ങി നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ അനാർക്കലി രഞ്ജുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളല്ല എനിക്ക് മാപ്പ് തരേണ്ടത്, ഞാനാണ് നിങ്ങൾക്ക് മാപ്പ് തരേണ്ടത്. അത് എൻ്റെ ഏട്ടനെ നിങ്ങളെ കൊണ്ട് ഒരു ദിവസം പറയിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, അവൻ്റെ അച്ഛൻ മാധവൻ നായർ വിചാരിച്ചിട്ട് പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെയാണോ ഗോവിന്ദ് വിചാരിച്ച് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയാണോ ആനപ്പിണ്ടത്തെ പേടിക്കാൻ പോകുന്നത്? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അനാർക്കലി. അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അനാർക്കലി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ രഞ്ജു ആണെങ്കിൽ അവരെ തല്ലാൻ വേണ്ടി പിന്നിൽ പോകുന്നുണ്ട്. ഗീതു അവളെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് ഗീതുവിനോട് രഞ്ജു പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇങ്ങനെ തടയുന്നത്? അവരോട് രണ്ട് പറഞ്ഞ് അവർക്ക് രണ്ട് പൊട്ടിച്ചാൽ നിനക്ക് എന്തായിരുന്നു പ്രശ്നം? ഞാൻ നീ എന്തിനാ എന്നെ ഇങ്ങനെ തടയണേ എന്നൊക്കെ രഞ്ജു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അവർക്ക് നിൻ്റെ അമ്മയുടെ പ്രായമില്ലേ രഞ്ജു, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് മുതൽ അവരുടെ മുന്നിൽ നീ ഇങ്ങനെ സമാധാനത്തിൻ്റെ മാടപ്രാവായത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ആണെങ്കിൽ പറയുന്നുണ്ട്, നമ്മുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ സുഹൃത്തല്ലേ, അതുകൊണ്ടൊന്നും പറഞ്ഞ് വേദനിപ്പിക്കരുത്. നമ്മളങ്ങനെ അമ്മയുടെ വാക്ക് ധിക്കരിച്ച അമ്മയ്ക്ക് അതൊരു വിഷമാവില്ലേ, അതുകൊണ്ടാണ് ഞാനൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എന്തായാലും ഏട്ടനോട് ഇവിടെ നടന്ന കാര്യം പറയുന്നുണ്ട്. ഇനി ഏട്ടൻ തീരുമാനിക്കട്ടെ എന്ത് വേണം എന്നൊക്കെ പറയുന്നുണ്ട് രഞ്ജു. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അത് നീ നിൻ്റെ ഏട്ടനോട് പറയരുത്. ഏട്ടൻ പറഞ്ഞാൽ അതൊരു പ്രശ്നമാവും, അതൊക്കെ അമ്മ അറിയുകയും ചെയ്യും. അപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര വിഷമാവും. ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളല്ലേ, നമ്മൾ എന്തിനാ വെറുതെ ഇനി അവരെ വിഷമിപ്പിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ രഞ്ജു. നമുക്ക് വേണമെങ്കിൽ അമ്മയോട് പറയാം ഇതൊക്കെ. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, അമ്മയോട് പറഞ്ഞ നല്ല കാര്യമാണ്. അമ്മ പറയും എൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരാൾ തല്ലിയെന്ന് കരുതിയാൽ മതി, അത് കുഴപ്പമൊന്നുമില്ല എന്ന് അമ്മ പറയും. പക്ഷേ എന്നെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിച്ച അവരെ എനിക്ക് എൻ്റെ ഏട്ടനോട് പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് വേണം ഏട്ടൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അത് വേണ്ട രഞ്ജു, നമ്മുടെ അമ്മയ്ക്കാണ് അതിൻ്റെ ദോഷം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നീ എന്തിനാ സംസാരിക്കാൻ പോയത്? നിനക്ക് ഒഴിഞ്ഞു മാറായിരുന്നില്ലേ? അവരോട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ ഗീതു രഞ്ജുവിനോട് പറയുന്നുണ്ട്. ശരി പോട്ടെ, നീ അത് മറന്നേക്കേ, നിൻ്റെ ഏട്ടനുമായിട്ടുള്ള പ്രശ്നം അവർ തീർത്തോട്ടെ, നീ അതിൽ ഇടപെടണ്ട എന്നൊക്കെ രഞ്ജുവിനോട് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഗീതു രഞ്ജുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഭാസ്കരനെയാണ്. ഭാസ്കരൻ പറയുന്നുണ്ട്, കാശിന് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്, എന്തായാലും ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള കച്ചവടം പെട്ടെന്ന് തീർക്കണം, എന്നിട്ട് ബാക്കി തുക അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട മാർഗഴി പറയുന്നുണ്ട്, അടി സക്കേ, എന്നിട്ട് കിട്ടുന്ന ബാക്കി പണം കൊണ്ട് വേണം എനിക്ക് ഒരു കാറ് വാങ്ങാൻ ഒരു അഡ്വാൻസ് കൊടുക്കണം, അത് കിട്ടിയിട്ട് വേണം എന്നൊക്കെ മാർഗഴി പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, ഇനി ആ കാറ് വാങ്ങിയതിന് ശേഷം അടി സക്കേ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും കൊല്ലുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഞാൻ വാങ്ങുന്നത് കാറല്ല പൂപ്പ, ഞാൻ വാങ്ങുന്നത് വിമാനമാണ്, എന്നാൽ എനിക്ക് നിങ്ങളെ ഒറ്റയടിക്ക് കൊല്ലാലോ എന്നൊക്കെ മാർഗഴി പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലും അങ്ങോട്ടേക്ക് നമ്മുടെ അനാർക്കലി വരുന്നുണ്ട്. അനാർക്കലി ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, ഗോവിന്ദിനെ മാത്രം കൊന്നാൽ പോരാ, ഗീതുവിനെ കൂടി കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, അതെന്തേന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് അവൾ എന്നെ തല്ലാൻ വേണ്ടി കയ്യൊക്കെ ഓങ്ങി, സ്വന്തം മകൾ നഷ്ടപ്പെട്ട ഞാൻ അവളൊരു മകളെ പോലെയാണ് കണ്ടത്, എല്ലാവരും എതിർത്തപ്പോഴും ഞാനാണ് അവളും ധ്യാനുമായിട്ടുള്ള കല്യാണം നടത്തി കൊടുത്തത്, എന്നിട്ടും അവൾ എന്നെ തല്ലാൻ വേണ്ടി കയ്യോങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഗീതു പറഞ്ഞു നിർത്തിയത് കൊണ്ടാണ് അവൾ എന്നെ തല്ലാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, ഗീതു നിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? അപ്പം നീയും അവളുമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ടാവുമല്ലോ അനാർക്കലി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, ഇല്ല, ഇന്നെന്തോ ഗീതു എന്തോ മര്യാദക്കാരത്തിയായിരുന്നു, അവൾ എന്നോടൊന്നും പറഞ്ഞില്ല, പക്ഷെ പകരം രഞ്ജുവിനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ടായിരുന്നു, സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഒരാളെ തല്ലിക്കഴിഞ്ഞ് ഗുരുദോഷം വയ്ക്കണ്ട എന്നൊക്കെ അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അനാർക്കലി ഭാസ്കരനോട്. അപ്പോൾ ഭാസ്കരൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അനാർക്കലി രഞ്ജു തല്ലുകൂടുന്നത് ഗീതു നിനക്ക് ഇഷ്ടമല്ല അല്ലേ, ബാക്കിയുള്ള ഇനി അവശേഷിക്കുന്ന കുറച്ച് ദിവസം നിനക്ക് ടെൻഷൻ അടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കി തരാം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ അനാർക്കലി പറയുന്നുണ്ട്,
ഗോവിന്ദൻ എന്നോടുള്ള പക അത് പഴയ കാലം മുതലുള്ളതാണ്. പക്ഷേ രഞ്ജു, ഞാൻ സ്വന്തം മകളെ പോലെ കണക്കാക്കിയ രഞ്ജു എന്നോടിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവൾ ഇനി മുതൽ എനിക്ക് ശത്രുവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നമുക്ക് ഗോവിന്ദിനെ വിഷമിപ്പിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് സഹോദരിമാരുണ്ടല്ലോ അവരെ ആരെങ്കിലും കൊന്നാൽ മാത്രമേ അവന് നോവൂ. അതുകൊണ്ട് നമുക്ക് രണ്ടുപേരിൽ ഒരാളെ തീർക്കണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഭാസ്കരൻ തന്നെ പറയുന്നുണ്ട്, പ്രിയ വേണ്ട, കാരണം രാധികയുടെ മകളാണല്ലോ പ്രിയ. ആ ഒരു പരിഗണന വെച്ച് നമുക്ക് അവളെ വെറുതെ വിടാം. പക്ഷേ രഞ്ജു വിജയലക്ഷ്മിയുടെ മകളാണല്ലോ, അതുകൊണ്ട് നമുക്ക് അവളെ കൊല്ലാം. എന്നാൽ അത് വിജയലക്ഷ്മിക്കും ഗോവിന്ദിനും ഗീതുവിനൊക്കെ ഒരു തിരിച്ചടിയായിരിക്കും. അവരുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറയുകയും ചെയ്യും. എന്താ അത് ചെയ്താലോ അനാർക്കലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട മാർഗഴി പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ ഡയലോഗ് അടിക്കുകയേ ചെയ്യുള്ളൂ, നിങ്ങൾക്കൊരു കോഴിക്കുഞ്ഞിനെ പോലും കൊല്ലാനുള്ള ഇതില്ല, അപ്പോഴത്തേക്കും കൈ വിറയ്ക്കും എന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ഭാസ്കരനും അനാർക്കലിയും ചിരിക്കുന്നുണ്ട്. അത് കേട്ട് മാർഗഴി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ കൊലച്ചിരി ചിരിക്കുന്നത്? ഇത് കേട്ടാൽ ഞാൻ പേടിക്കൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞ് ഞങ്ങൾക്കൊരു കോഴിക്കുഞ്ഞിനെ പോലും കൊല്ലാൻ ധൈര്യമില്ല, കൈ വിറയ്ക്കുമെന്നോ? ഞങ്ങൾ കൊന്നിട്ടുമുണ്ട്, വെട്ടി നുറുക്കി നഗരത്തിൻ്റെ പല ഭാഗങ്ങളായി കുഴിച്ചിട്ടിട്ടുമുണ്ട്. നിനക്ക് സംശയം ഇത്രയും തോളം പറഞ്ഞിട്ട് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ പോയി പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി ചോദിച്ചു നോക്ക്. അത് കൊന്നത് ഞങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കൊന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അനാർക്കലി പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ എനിക്ക് കൈ വിറയ്ക്കൊന്നുമില്ല, ഗോവിന്ദനെ നോവിക്കാൻ വേണ്ടി രഞ്ജുവിനെ കൊല്ലാനും എനിക്ക് ഒരു മടിയില്ല, ഒരു കോഴിക്കുഞ്ഞിനെ കൊല്ലുന്നത് പോലെ തന്നെ ഞാൻ കൊന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കൈ വിറയ്ക്കൊന്നുമില്ല എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട്. ഇത് കേട്ട മാർഗഴിക്ക് പേടിയാവുന്നുണ്ട്. പിന്നെ ഭാസ്കരൻ പറയുന്നുണ്ട്, ആ പഴയ വെട്ടി അരിയൽ പരിപാടി ഞങ്ങൾ പിന്നെ ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട മാർഗഴി പേടിച്ചിട്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് ഓടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനാർക്കലി പറയുന്നുണ്ട്, ഇത് അവൾക്കും കൂടിയുള്ള താക്കീതാണ്, അവൾ ഇനി ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കരുത്, നമ്മളോട് മർമ്മവിദ്യ പ്രയോഗിക്കരുത്, അവളൊന്ന് പേടിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട്, ഇനി മുതൽ രഞ്ജു ആയിരിക്കണം നിൻ്റെ ടാർഗറ്റ്, ഗീതുവിനെയും ഗോവിന്ദിനെയും വിഷമിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം ചാൻസ് നമ്മൾ ഉപയോഗിക്കണം, എപ്പോഴും രഞ്ജുവിനെ വിഷമിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ഭാസ്കരൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നിട്ട് വേണം എന്നെ പുറത്താക്കിയ ഗീതുവിനും വിജയലക്ഷ്മിക്കും ഒരു പണി കൊടുക്കാൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദിനെയും അജാസിനെയാണ്. അജാസ് പറയുന്നുണ്ട്, സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആ ഭദ്രൻ ഒരു കുഞ്ഞിനെ വിറ്റ് കാശ് വാങ്ങിച്ചിട്ടുണ്ടാവും, പെൺകുഞ്ഞായതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യാനും മടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അതിനേക്കാൾ ചാൻസ് കൂടുതലുള്ളത് വേറൊരു കാര്യത്തിനാണ്. അപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട്, എന്താണ് സാറെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അന്ന് പവിഴം എന്ന് പറഞ്ഞുള്ള ഒരു സ്ത്രീ കൂടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർ പ്രസവിച്ചതാണെങ്കിലോ ഒരു മരിച്ച നിലയിലുള്ള കുഞ്ഞിനെയായിരുന്നു. അപ്പോൾ ഭദ്രൻ ഹോസ്പിറ്റലിൽ ആരുടെയെങ്കിലും സഹായത്തോടെ ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഗീതുവിൻ്റെ ഇരട്ട സഹോദരിയെ കടത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ കുഞ്ഞിനെ എടുത്തിട്ട്, മരിച്ച നിലയിലുള്ള കുഞ്ഞിനെ എടുത്തിട്ട് വിലാസിനി ആൻറ്റിയുടെ അടുത്ത് കൂടെ കിടത്തിയിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് ആൻറ്റി മരിച്ചു എന്ന് വിശ്വസിക്കുന്നത്. ശരിക്കും അയാളായിരിക്കും ഇതിൽ കളിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, അതിനും ചാൻസ് ഉണ്ടാവാം. പിന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, കഥ എന്തായാലും നമ്മുടെ ഗീതുവിൻ്റെ സഹോദരിയാണല്ലോ അവൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട്, അത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു DNA ടെസ്റ്റ് ചെയ്യേണ്ടി വരില്ലേ സാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എന്തിനടാ, അതൊന്നും വേണ്ട, ഗീതുവിനെ പോലെ മനസ്സിൽ നന്മയുള്ള കുട്ടി തന്നെയാണ് അവൾ, അതുകൊണ്ട് നമുക്ക് അവളെ അംഗീകരിക്കാം, അതിന് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സാർ ഇത് ഗീതുവിനോട് പറയുന്നില്ലേ എന്ന് അജാസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇപ്പം പറയണില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം, കുറേ രഹസ്യങ്ങൾ എന്നെ ഒന്ന് മറച്ചിട്ട് അവൾ കുറേ കാലം എന്നെ പട്ടാക്കിയില്ലേ, അതുപോലെ അവളൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആണെന്ന് ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച് നടക്കട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് വളരെ നാടകീയമായി പൊളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട്, സാറ് വല്ല പ്ലാനും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഗോവിന്ദിനോട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, പ്ലാനൊന്നുമില്ല, നമുക്ക് നോക്കാം അജാസെ എന്ന് പറയുന്നുണ്ട്. ശരിയുടെ അജാസെ പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഗോവിന്ദ് പോകുന്ന സമയത്ത് അജാസിനൊരു കോൾ വരുന്നുണ്ട്, നമ്മുടെ പവിഴത്തിൻ്റെ കോൾ വരുന്നുണ്ട്. പവിഴം അപ്പോൾ ഗോവിന്ദ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അജാസിനോട് പറയുന്നുണ്ട്, കോൾ എടുത്തിട്ട് സ്പീക്കറിലിടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് അതേപോലെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പവിഴം പറയുന്നുണ്ട്, മരുന്ന് റെഡി ആയിട്ടുണ്ട്, സാറിനോട് വന്ന് എടുത്തോളാം, മാർഗഴി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടിയെ ഒന്ന് വന്ന് കാണുക പോലും ചെയ്യാതെ നിങ്ങളെങ്ങനെ മരുന്ന് റെഡിയാക്കുക, ഞങ്ങളെങ്ങനെ അത് വിശ്വസിച്ച് മരുന്ന് കൊടുക്കുക എന്നൊക്കെ ഗോവിന്ദ് പവിഴത്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പവിഴം പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, മാർഗഴി വന്ന് എടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ മരുന്ന് വാങ്ങണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവിഴം ചോദിക്കുന്നുണ്ട്, അതെന്താ സാർ എന്ന് ചോദിക്കുന്നുണ്ട്. രഞ്ജുവിൻ്റെ ഏട്ടന് ഈ മരുന്നുകൾ കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല, അത് ആയുർവേദ മരുന്നുകളൊന്നും കാര്യമില്ല എന്നാണ്
അയാൾ വിചാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പവിഴം പറയുന്നുണ്ട്, സാമ്യവൈദ്യൻ്റെ മരുന്ന് നിങ്ങൾ അപമാനിക്കുന്നോ, അവരുടെ മരുന്ന് ഒരു സംശയവും വേണ്ട, ഞങ്ങൾ അങ്ങനത്തെ തട്ടിപ്പുകാരൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മരുന്ന് വേണ്ട എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചേ എന്ന് പവിഴം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, പക്ഷെ ഗോവിന്ദിൻ്റെ ഭാര്യയ്ക്ക് ആ മരുന്നുകളെ വിശ്വാസമാണ്, അതുകൊണ്ട് അവർ തമ്മിലിപ്പോൾ വഴക്കാണ്. ആ വഴക്കിൻ്റെ ഇടയിൽ രഞ്ജു ആണെങ്കിലോ രഞ്ജു പേഷ്യൻ്റ് ആണല്ലോ, പേഷ്യൻ്റ് ഗസ്റ്റ് ഹൗസ് പോയിരിക്കുകയാണ്, റിസോർട്ട് പോയിരിക്കുകയാണ്, കുടുംബ റിസോർട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പവിഴം പറയുന്നുണ്ട്, അത് നന്നായി, ആ കുട്ടിക്ക് ബോധമുണ്ട്. ഇങ്ങനെയുള്ള വാഴകളെ, ആ കുട്ടിയുടെ ഏട്ടനാണെങ്കിലോ മരപ്പാഴയാണ്, ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ വെച്ചുകൊണ്ടിരിക്കണേ, വെട്ടി വീഴ്ത്തണം എന്നൊക്കെ പറയുന്നുണ്ട് പവിഴം. ഇത് കേട്ട അജാസും ഗോവിന്ദും ചിരിക്കുന്നുണ്ട്. പിന്നെ പവിഴം ചോദിക്കുന്നുണ്ട്, ആ ഗോവിന്ദ് സാർ അറിയാതെ രഞ്ജുവിന് മരുന്ന് റിസോർട്ട് കൊണ്ടുപോയി കൊടുത്തൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല, രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഗോവിന്ദ് സാറിന് എടുക്കുന്ന തീരുമാനമാണ് അവസാന തീരുമാനം, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടമരുന്ന് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവിഴത്തിനാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്, ഞങ്ങളുടെ പൊട്ടമരുന്നാണോ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ തലയിൽ ഇടുത്തി വീഴും, അതുപോലെ തന്നെ നിങ്ങളെ പാമ്പും കടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പാമ്പ് കടിച്ചിട്ട് നിങ്ങൾ ആ വിഷം ഏർപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കെഞ്ചും, അപ്പം അന്ന് ഞാൻ നിങ്ങളെ കണ്ടോളാം അജാസ് ചാറേ എന്നൊക്കെ പറയുന്നുണ്ട് പവിഴം. എന്നിട്ട് പവിഴം ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അജാസ് ചോദിക്കുന്നുണ്ട്, സാർ എന്ത് പണിയാണ് കാണിച്ചത്, നമുക്ക് മാർഗഴിയുടെ ചികിത്സ കൊടുക്കുക എന്നാണല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, സാറ് പിന്നെ എന്തിനാ അവരോട് വേണ്ട എന്നൊക്കെ പറഞ്ഞേ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഗീതുവിൻ്റെ സഹോദരി അവളെപ്പോലെ മനസ്സിൽ നന്മയുള്ളവളാണെന്ന്. അവൾ രഞ്ജുവിനെ കാണാൻ വേണ്ടി റിസോർട്ടിലെത്തിയിരുന്നു ഗീതുവിൻ്റെ വേഷം ധരിച്ചിട്ട്. എന്നിട്ട് അവൾ രഞ്ജുവിനെ കണ്ട് നോക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം നമ്മൾ ചികിത്സ വേണ്ടാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഏത് വിധേനയും മരുന്നെത്തിക്കാൻ അവൾ ശ്രമിക്കും, അപ്പം നമുക്ക് അവളെ കൈയോടെ പിടിക്കാം. ഇനിയൊക്കെ കാര്യങ്ങൾ സൂപ്പർ ഫാസ്റ്റായിട്ട് നടക്കുന്നത് നീ കണ്ടോ, തനിക്കും കുറേ പണികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അജാസിൻ്റെ പണികൾ അജാസിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോവിന്ദ് അപ്പം എല്ലാം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് ഗോവിന്ദ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പവിഴം മാർഗഴിയെ വിളിക്കുന്നതാണ്. മാർഗഴിയെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മരുന്ന് വേണ്ട എന്നൊക്കെ അജാസ് പറഞ്ഞു. ഗോവിന്ദ് സാറിന് ഇഷ്ടമല്ലാത്ര നാട്ടുവൈദ്യം, അതൊക്കെ തട്ടിപ്പാന്ന് അത്ര അയാൾ പറയണത്. അങ്ങനെ വഴക്കിട്ടിട്ട് ഗോവിന്ദും ഗീതുവും വഴക്കിട്ടിട്ട് രഞ്ജു റിസോർട്ടിലേക്ക് തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഗോവിന്ദും ഗീതുവും വഴക്കിട്ടയിൽ അതിശയിക്കാനൊന്നുമില്ല, അവർ രണ്ടുപേരും ജനിച്ചതേ വഴക്കിടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ മാർഗഴി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രഞ്ജു റിസോർട്ടിൽ പോയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു ഐഡിയ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ റിസോർട്ടിൽ പോയി മരുന്ന് കൊടുത്തോളാം, അപ്പോൾ അവൾ ഒരു കാര്യം ചെയ്യേ, മരുന്നുകളൊക്കെ എടുത്ത് പട്ടണത്തിലോട്ട് വായോ, നമുക്ക് നേരിട്ട് കാണാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവിഴം ചോദിക്കുന്നുണ്ട്, മാർഗഴി എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, പവിഴം വാ നമുക്ക് നേരിട്ട് കാണാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പവിഴം വിചാരിക്കുന്നുണ്ട്, മാർഗഴി എന്നെ ജോലി സ്ഥലത്തേക്ക് വിളിച്ചല്ലോ, എനിക്കിനി തണുപ്പുള്ള റൂമിൽ 2 ദിവസം കിടക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലും നമ്മുടെ മാർഗഴി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും രഞ്ജുവിനെ ആ മരുന്ന് എത്തിക്കണം. അവർ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയും വഴക്കൊക്കെ തീർക്കുന്നതിന് മുന്നേ രഞ്ജുവിന് ആ മരുന്ന് ഞാൻ എത്തിക്കും. അതെങ്ങനെ എത്തിക്കുക, പക്ഷെ പിന്നീട് രഞ്ജുവും ഗീതുവും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് മാർഗഴി. അപ്പോഴാണ് അവൾക്ക് നമ്മുടെ വരും പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്, ഗീതുവിനിപ്പോൾ ഡ്യുവൽ പേഴ്സണാലിറ്റി ആണ് എന്നാണ് അവൾ വിശ്വസിക്കുന്നത് എന്നൊക്കെ അന്ന് വരും പറഞ്ഞത് അവൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൾക്ക് സമാധാനമായി, ഇനി എന്തെങ്കിലും അവർ സംസാരത്തിൽ കണ്ടുപിടിച്ചാൽ അവൾക്ക് ആ പേഴ്സണാലിറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നവർ വിചാരിച്ചോളും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള ഗീതാ ഗോവിന്ദം വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.